ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12 അധ്യായം 14-21 തിരുവചനങ്ങളിലൂടെ നമ്മൾ സഭാമാതാവിനടുത്ത് ധ്യാനിക്കുമ്പോൾ ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം, ഈശോ പ്രബോധനങ്ങൾ നൽകുമ്പോൾ അത് അവിടുത്തെ നശിപ്പിക്കാൻ ആലോചന ചെയ്യുന്നവരെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. ഈശോ വളരെ ദീർഘക്ഷമയോടുകൂടെ തന്നെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ശത്രുക്കൾക്കെതിരെ ഒരു കടന്നാക്രമണം നടത്താതെ, വചനം നമ്മെ പഠിപ്പിച്ച് പറയുന്നത് പോലെ നീതിയെ അതിൻ്റെ ഉന്നത വിജയത്തിലെത്തിക്കുന്നത് വരെ വിശ്രമമില്ലാതെ യാത്ര തുടരുവാൻ തൻ്റെ ശിഷ്യരെ പ്രേരിപ്പിക്കുന്ന ഈശോയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപകടങ്ങൾ മണത്തറിയുമ്പോൾ നമ്മൾ അവയിൽ നിന്നും പിന്മാറുക. നമ്മുടെ യേശുവിനോട് ചേർന്നുള്ള ദൗത്യം എന്ന് പറയുന്നത് അവിടത്തോടുകൂടെ യാത്ര തുടർന്നുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെയോ നിങ്ങളുടെയോ പേരിനോ പ്രശസ്തിക്കോ അല്ല, മറിച്ച് നമ്മെ അയച്ചിരിക്കുന്നവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ യാത്ര തുടരുക എന്നുള്ളതാണ്. ആകയാൽ ഒരു പ്രതിസന്ധികളിലും നമ്മൾ മനഃപൂർവ്വം നമ്മെ തന്നെ വിട്ടുകൊടുക്കാതെ നമ്മുടെ ശക്തി കേന്ദ്രമായ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുക. നിരന്തരം പരിശുദ്ധാരൂപിയോട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ അപകട സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തന നിരതമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.